വാടാ നിക്കാശനെ. എന്ത് നിക്കാ നീ വാടാ. ആശാനെ ടോർച്ച് ഇങ്ങോട്ട് അടിച്ച്. എന്ത് ടോർച്ച്? ആശാനെ ടോർച്ച് ഇങ്ങോട്ട് അടിച്ച. ആശാനെ വാടാ. എടാ ഇതെന്താണ് സംഭവം? ഇതെന്താ ആശാനെ വാതിലല്ലോ പൊളിച്ചിട്ടിരിക്കുന്നേ? എടാ നീ ആടിയുടെ ഒന്നും നോക്കാണ്ട് മെയിൻ സ്വിച്ച് നോക്കിയടാ. ആ കിട്ടി ആശാനെ. ആശാനെ എന്ത് ചെയ്ത്? നീ ഇതെല്ലാം ഒന്ന് നോക്കിയാ വാരി വലിച്ചിട്ട് കാണുന്നുണ്ടല്ലോ. ആശാനെ തൊടണ്ട. നോക്കട്ടടാ തൊടണ്ട. വാ വാ പറയുന്ന കേക്ക്. പോലീസ് കേസ്. തൊടണ്ട. വാ പറയുന്ന കേക്ക്. ആശാനെ തൊടണ്ട. വാ നമുക്ക് തിരിച്ചു പോവാം. വാ നമുക്ക്. വാ ആശാനെ വാ പറയുന്ന കേക്ക്. ആശാനെ വാ നമുക്ക് പോവാം. പോലീസിൽ അറിയിച്ചിട്ട് നമ്മൾ കൊടുക്കോടാ. എന്താണ് ഇവിടെ? ഇവരാണോ അത്? കൂട്ടിട്ട് പോടാ ഇവരാ. സർ, ഇറ്റ്സ് എ മർഡർ. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? സർ, ബോഡിയിൽ മൂർച്ചയേറിയ മെറ്റൽ ഉപയോഗിച്ചിട്ടുള്ള മുറിവുകൾ കാണപ്പെട്ടിട്ടുണ്ട്. പിന്നെ വിക്ടിമിന്റെ നെഞ്ചു തുറന്ന് ഹൃദയം പുറത്തെടുത്തതാണ് മരണകാരണം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞേ പറയാൻ പറ്റൂ. അപ്പൊ നിങ്ങൾ പറയുന്നത് കൊന്നതിന് ശേഷം ബോഡി ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തെന്നല്ലേ? യെസ്, പോസിബിൾ. കാരണം ഇദ്ദേഹം തമിഴ്നാട്ടിലെ ഒരു ഡോക്ടറാണ്, ഡോക്ടർ മാത്യു തരകൻ. അപ്പോ നമുക്കൊരു പണിയാവും. ഓ, എണീറ്റോ? ഏട്ടാ, മോളെ. പപ്പേട്ടാ, എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. തമാശ കളിക്കല്ലേ? അമ്മ പേടിച്ച് നീ ഇത്ര പേടിത്തുണ്ടായിരുന്നോടി? പണി പാളിന്ന തോന്നുന്നേ. വാ നമുക്ക് നോക്കാം.
ഞങ്ങൾ തമാശ കാണിച്ചതല്ലേ. രാവിലെ തന്നെ മനുഷ്യനെ തീ തിരിച്ചിട്ടാണോ തമാശ കാണിക്കുന്നത്? സോറിടാ, പറ്റിപ്പോയി. ഇനി അങ്ങനെ ഉണ്ടാവില്ല. അമ്മേ അച്ഛനോട് അബദ്ധം പറ്റിയത് ക്ഷമിക്കണം. നീ മിണ്ടരുത്, നിന്നോട് കൂടിയിട്ട് അച്ഛൻ വഷളാവുന്നേ. പക്ഷെ നാട്ടുകാരെല്ലാം പറയുന്നു അമ്മയാണ് അച്ഛനെ വഷളാക്കുന്നത്. ആഹാ, നിനക്കിന്ന് സ്കൂളിൽ പോണ്ടേ? ആ സ്കൂളിൽ പോണം. എന്നാ വേഗം പോയി റെഡി ആയിക്കോ. അതിന് ഒരുപാട് സമയം. ഇന്ന് കുറച്ച് നേരത്തെ റെഡി ആയെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ചെല്ലി ചെല്ലി. വാ മോള് പോ. അച്ഛനമ്മേനെ സമാധാനിപ്പിച്ചിട്ട് അച്ഛന്റെ സമാധാനിപ്പിക്കല് എന്താണ് ഞങ്ങൾക്ക് അറിയാം. ഇനി ഞാനിവിടെ നിന്നിട്ട് നിങ്ങളുടെ പരിപാടി നടക്കാനോ വേണ്ട. ഇതെന്റെ മോളിനാണോ? അതപ്പോഴേ ഓർക്കണായിരുന്നു. എപ്പോഴെന്നാ? എന്നോട് ഇഷ്ടം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അതിന് നീ എന്നെ ഒരുപാട് നടത്തിച്ചിട്ടില്ലേ? ഒരുപാട് നടത്തിച്ചിട്ടൊന്നുമില്ല, 2 ആഴ്ച. അതുവരെ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ നിങ്ങളോ ഇഷ്ടാന്ന് പറഞ്ഞപ്പോ ഓരോന്നൊപ്പിച്ചിട്ട് അതുകൊണ്ടല്ലേ ഈ സാധനം ഇങ്ങനെ ഓടിക്കളിക്കണേ? അങ്ങനെ സംഭവിച്ചോണ്ടല്ലേ നിന്റെ അച്ഛൻ നിന്നെ നീ കെട്ടിച്ചെന്നത്? അയ്യടാ, അതുകൊണ്ടൊന്നല്ല, ഞാൻ കരഞ്ഞു പറഞ്ഞോണ്ട. അത്രയ്ക്ക് ഇഷ്ടമാണോ നിനക്ക് എന്നോട്? അതിപ്പോഴാണോ മനസ്സിലായേ? ശരിക്കും സമാധാനിപ്പിക്കാനും സമ്മതിക്കത്തുള്ളൂ. രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനിപ്പിച്ചിട്ട് എനിക്ക് സ്കൂളിൽ പോകാൻ നേരത്തെ ഭക്ഷണം റെഡിയായി വെച്ചില്ലേ എന്റെ സ്വഭാവം കാണും. ഓർഡറി ഞാൻ പോയിക്കോളാം. വിട്ടേ മോക്ക് എന്തേലും ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ എനിക്ക് വൈകുന്നേരം നേരത്തെ വന്നാ തരാം. ഉറപ്പാണോ? ഉറപ്പ്. പോ. പോണോ? ഇവിടെ ഇരിക്കട്ടെ. സ്കൂളിലെ ടീച്ചർ പറയണതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടാ. ഇത് ഇന്നെങ്ങാനും ശരിയാവോ? നോക്കട്ടെ. ആഹാ, ആ മോളെ ഞാൻ സ്കൂളിൽ വിട്ടു. എനിക്കൊരു കോൾ വരുന്നുണ്ട്, നീ ഫോൺ വെച്ചേ. ഇത് പെട്രോൾ തീർന്ന നാശം. തള്ളിക്കൊണ്ട് നടക്കാനായോ ഈ വണ്ടി? സമയം പോകുന്നല്ലോ. എന്തെങ്കിലും നിർത്തിയാൽ മതിയായിരുന്നു.
താനെന്താ ഇവിടെ? വണ്ടിക്ക് ചെറിയ പണി കിട്ടി, സ്റ്റാർട്ടാണ്. തനിക്ക് എങ്ങോട്ടാ പോണ്ടേ? അടുത്ത ജംഗ്ഷൻ വരെ, ബാക്കി ഓട്ടോ പിടിച്ച് വയ്ക്കോളാം. എന്നാ വാ കയറ്, ബാഗ് കൊടുത്തോ. ശരി സാർ. സാറിന് ബുദ്ധിമുട്ടായല്ലേ? ബുദ്ധിമുട്ടോ? ഒരു രാത്രി നടുറോട്ടിൽ ഒരു കൈ സഹായമില്ലാതെ നിൽക്കുമ്പോൾ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, താനല്ലാതെ. അന്ന് താൻ അനുഭവിച്ചത്രയും ബുദ്ധിമുട്ടില്ലല്ലോ ഇത്. അന്ന് ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല സാർ സാറിനെ സഹായിച്ചത്. ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ദൈവം ബലം തരും. അപ്പോൾ സാറി ചെയ്യുന്നതിനും ദൈവം ആരെങ്കിലും നിയോഗിച്ചിട്ടുണ്ടാവും അല്ലേ? അതൊക്കെ പോട്ടെ, താൻ എവിടെയാ വർക്ക് ചെയ്യുന്നത്? കാൾടെക്സിലെ ഫാർമയ്ക്ക് എന്ന സ്ഥാപനത്തിലെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായി വർക്ക് ചെയ്യുന്നു. തന്നെ കൊണ്ട് എനിക്കൊരു കാര്യമുണ്ട്. എന്താ സാറേ? വേറൊന്നുമല്ല, എനിക്ക് ഈ നടുവേദനയുടെ ഒരു പ്രശ്നമുണ്ട്. അതിന് പറ്റിയ വല്ല മരുന്നുണ്ടോ തൻ്റെ കയ്യിൽ? അയ്യോ സാറേ, ഞാൻ അത്തരം മരുന്ന് വിൽക്കുന്ന ആളല്ല. അപ്പോൾ ആ പ്രതീക്ഷയും പോയി അല്ലേ? അല്ല, എനിക്ക് പറ്റിയ എന്തെങ്കിലും സാധനം ഉണ്ടോ തൻ്റെ കയ്യിൽ? ആ, സാറിന് പറ്റിയ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഇതുപോലെ ദൂരെ യാത്രയ്ക്ക് പോകുമ്പോഴോ മീറ്റിങ്ങിന് പോകുമ്പോഴോ ഒക്കെ ഡള്ളായാൽ മൈൻഡ് ഫ്രഷ് ആക്കുന്ന ഒരു പ്രോഡക്റ്റാണിത്. 100% നാച്ചുറലാണ്. ഇതെങ്ങനെയാണോ ഇത്? സാറേ, ജസ്റ്റ് മുഖത്തേക്കൊന്ന് സ്പ്രേ ചെയ്താൽ മതി. എങ്ങനെയുണ്ട് സാർ? താൻ പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല എനർജി ഉണ്ട്. എന്താ ഈ പ്രൊഡക്റ്റിൻ്റെ പേര്? ഡേ ഫ്രഷ്. കൊള്ളാം. എന്താ സാറേ, എന്ത് പറ്റി? സാർ സൂക്ഷിച്ചു. എന്ത് പറ്റി സാറേ? സാറേ എന്ത് പറ്റി? സാർ സ്റ്റെയറിംഗ് എടുത്തോട്ട് സാറേ, എടുത്തോട്ട്. എന്തായി കാണിക്കും സാർ? ബ്രേക്ക് ഇട്ട് സാറേ. സാർ നിർത്ത്, നമുക്ക് ഇവിടെ നിർത്തിയിട്ട് പോവാം, ഒതുക്കിയിട്ട് പോവാം. സാർ എന്ത് പറ്റി? സാർ എവിടെയും കൊണ്ട് ഇടിക്കും സാർ. സാർ നിൽക്കും സാറേ. സാർ ബ്രേക്ക് ഉണ്ട് സാർ, നിർത്താൻ നോക്കും സാർ. സാർ നമുക്ക് ഒതുക്കിയിട്ട് പോവാം. സാർ സാർ എഴുന്നേക്ക് സാർ. സാർ സാർ എഴുന്നേക്ക് സാർ. എന്ത് പറ്റി സാർ? സാർ സാറേ. നീ എന്നെ ചതിക്കായിരുന്നല്ലേ? നീ അങ്ങനെ ചിരിക്കണ്ട.
നിനക്കെന്നെ എത്ര നേരം ഇവിടെ പിടിച്ചെടുത്താൻ പറ്റും? ഏറിയ ഒരു ദിവസം. അതിനുള്ളിൽ അവരിങ്ങെത്തും, ഇവിടുത്തെ പോലീസുകാര്. അതാണ് ഒരു രാഷ്ട്രീയക്കാരന്റെ പവറ്. ഇവിടുത്തെ നീതിയും നിയമപാലകരൊക്കെ ഞങ്ങളെ പോലുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ളതാ. അത് കഴിഞ്ഞ് നിന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് വിലയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാ, ഇപ്പൊ എന്നെ വിട്ടാ ഇത് ഞാൻ അങ്ങ് ക്ഷമിക്കും. അല്ല, 4 ആൾ അറിഞ്ഞ് പോലീസുകാരാണ് എന്നെ രക്ഷപ്പെടുത്തുന്നെങ്കിൽ നിന്നോട് ക്ഷമിക്കാൻ ചന്ദ്രമോഹന്റെ ശവത്തിനെ കഴിയൂ. നിർത്ത്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഞാൻ നിന്നോട് എന്ത് ദ്രോഹാടാ ചെയ്തത്? ദ്രോഹം അത് എന്നോട് ചെയ്താൽ മാത്രമല്ല, ആരോട് ചെയ്താലും ദ്രോഹം ദ്രോഹം തന്നെയാടാ. അതിന് ഞാൻ ആരെ ദ്രോഹിച്ചു എന്നാ നിങ്ങൾ പറയുന്നത്? നീ സിഗരറ്റ് വലിക്കാറില്ലേ? അതിന് എന്തിന്? അത് എന്തിന്? അത് ഒരുപാട് ടെൻഷൻ, പിന്നെ ചെറിയൊരു ലഹരിയും. അതിന് നീ മറ്റുള്ളവരെ ബലിയാക്കുന്നത് എന്തിനാ? അത് വെറും ഒരു സിഗരറ്റ് അല്ല. വെറും ഒരു സിഗരറ്റോ? സിഗരറ്റ് വലിച്ചാ വരുന്ന രോഗം എന്താണെന്നറിയോ നിനക്ക്? ക്യാൻസർ. ക്യാൻസറിന്റെ വേദന എന്താണെന്നറിയോ നിനക്ക്? അറിയില്ല. അറിയില്ലേ? എന്നാ അറിയണം. നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തും 1000 സൂചികൾ കുത്തിയിറക്കുന്ന വേദനയായിരിക്കും. അങ്ങനെ ഒരു മരണമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നിനക്ക് ആ മരണം ഞാൻ തരാം. എന്തിനാണ് കൊല്ലുന്നത്? നീ തിന്നില്ലടാ. വെറും 20 വയസ്സ്. MLA ചന്ദ്രമോഹന് ജാമ്യം. കണ്ണൂർ പീഡന കേസിലെ പെൺകുട്ടിയുടെ മരണത്തെ തുടർന്നുണ്ടായ സംഭവത്തിൽ MLA ചന്ദ്രമോഹന് ജാമ്യം ലഭിച്ചു. പുതിയ അധികാരി ചാർജ് എടുത്ത 2ാം ദിവസം MLA ചന്ദ്രമോഹന് ജാമ്യം ലഭിച്ചു. പെൺകുട്ടിയുടെ മൃതദേഹം MLA ചന്ദ്രമോഹന്റെ ഉടമസ്ഥതയിലുള്ള ഫാമിൽ നിന്നാണ് ലഭിച്ചത് എന്നുള്ള വസ്തുത പോലീസ് കണക്കിലെടുത്തില്ലെങ്കിലും ചന്ദ്രമോഹന്റെ സ്വാധീനം ആ കാരണങ്ങളെ വളരെ എളുപ്പത്തിൽ മായ്ച്ചു കളയാൻ സാധിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ഞാൻ വിളിക്കാം, താൻ ഫോൺ വെക്ക്. ശരി. സാറേ, കാര്യം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. വിഷയം പത്രപ്രവർത്തകരും നാട്ടുകാരും ഏറ്റെടുത്തിരിക്കുക. ചിലപ്പോൾ പ്രശ്നമായെന്നൊക്കെ വരും. താനല്ലേ എനിക്കെതിരെ തെളിവില്ലെന്ന് റിപ്പോർട്ട് നൽകിയത്. പിന്നെ ഈ ഡോക്ടറല്ലേ പറഞ്ഞത് മരണകാരണത്തിൽ എനിക്ക് പങ്കില്ലെന്ന്. പിന്നെ ഈ നാട്ടുകാർക്കും പത്രപ്രവർത്തകർക്കും എന്നാ പ്രശ്നം? സാറേ, കണ്ണടച്ചിരുട്ടാക്കരുത്. ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം സാറാ ഇത് ചെയ്തതെന്ന്. അതെ, സാറ് നമ്മളെ കാശ് തന്ന് കുപ്പിയിലാക്കിയാണെന്ന് നാട്ടുകാർക്കറിയാം. ഇതിൻ്റെ പേരിൽ തുടരന്വേഷണം ഉണ്ടായാൽ താങ്കൾ സംരക്ഷിച്ചു കൊള്ളാമെന്ന് ഉറപ്പ് നൽകിയതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിക്കുന്നത്. എന്ത് തുടരന്വേഷണം? നാട്ടുകാർക്കും പത്രപ്രവർത്തകർക്കും വേറൊരു വാർത്ത കിട്ടി അവരതിൻ്റെ പിറകെ പോകും. പിന്നെ ആരോരും ഇല്ലാതെ പെണ്ണിനെ ആരും ഓർക്കാനാണ്? ഡോ, ഇതിലൊന്നും ഒതുക്കാൻ നോക്കണ്ട സാറേ. അതെത്ര വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞോ, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സാറേ, ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു. പൈസേൻ്റെ എല്ലാം കുറച്ച് ആവശ്യമുണ്ടായിരുന്നു. പാർട്ടിക്ക് ഇടുന്നാടെ ഇപ്പോൾ പൈസ. നീ ഒരു കാര്യം ചെയ്യും, പാർട്ടി ഓഫീസിൽ നിന്ന് കുറച്ച് പിള്ളേരെയും കൂട്ടിയിട്ട് ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടി പിരിവ് നടത്തും. പകുതി പാർട്ടി കൊടുത്താൽ മതി.
പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പുണ്ട്. പക്ഷേ എനിക്കെന്ത് ഗുണം? എന്താ വേണ്ട വെച്ചാൽ ഞാൻ ചെയ്തോളാം. ശരി, ഓക്കെ. MLA ചന്ദ്രമോഹന്റെ തിരോധാനം 48 മണിക്കൂർ കഴിഞ്ഞിട്ടും എങ്ങും എത്താതെ അന്വേഷണം പാതിവഴിയിൽ. പോലീസ് ഇരുട്ടിൽ തപ്പുന്നു എന്ന് പ്രതിപക്ഷം. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് എറണാകുളം പോയ ചന്ദ്രമോഹന്റെ ഒരു വിവരവും ലഭിക്കാത്തതിനെ തുടർന്നാണ് ഭാര്യ ഹേമലത പോലീസിൽ കംപ്ലൈന്റ് ചെയ്തത്. തുടർന്ന് കേസെടുത്ത് അന്വേഷണം തുടർന്നെങ്കിലും ഇതുവരെ MLA കുറിച്ചുള്ള ഒരു വിവരവും ലഭിച്ചിട്ടില്ല. പോലീസ് പരിശോധന കർശനമാക്കി. MLAയുടെ ഭാര്യ, മകൻ, PA എന്നിവരെ പോലീസ് സ്വവസതിയിൽ ചെന്ന് ചോദ്യം ചെയ്തു. പോലീസ് അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. അച്ചായ, ഈ കാണുന്ന സ്ഥലം മൊത്തം അവരുടേതാണ്. ഞാൻ നോക്കുന്നുണ്ടാ. നിർത്ത് ഇവിടെ മതി. ഇത് എങ്ങനെയാണ് തുറക്കുന്നത്? ഓ, ഇതിലൂടെയായിരുന്നു. ആ വാ. ഓ, കാലും മടക്കാൻ പറ്റിയല്ല. വാ. ആ കാണുന്നതാണ് അതിര്. ആ പിന്നെ യുക്കം വീടും. എടാ ശശിയേ, ഈ തിരഞ്ഞു പിടിച്ച പഴയ പേരല്ലടാ. അപ്പനൊന്നും മിണ്ടാതിരിക്കാവോ? എടാ, ഇത് പഴയ വീടല്ലടാ. ഒന്നും മിണ്ടാതിരിക്കാം. നീ ഡിസ്റ്റർബ് പിടിക്കടാ. കോപ്പ് ഇങ്ങ് വാ. തേങ്ങയൊന്നും ഇല്ലല്ലോ. വറ്റാത്ത കിണറാ. ഏതാ കിണറോ? ഈ ഒന്ന് പോയി നോക്ക്. അച്ചായം വാ. ഇതിലും കുറഞ്ഞ പൈസക്ക് നിങ്ങളെ മോന് വേറെ വീട് കിട്ടും. എടാ ശശിയെ, ഈ പറമ്പിൽ എന്നാ ആദായം ഉണ്ടാകാനാണ്? അതൊക്കെ അങ്ങ് ഉണ്ടാവും. എടാ ശശിയെ, ഈ 30 രൂപ കൊണ്ട് അതിന് ജീവിക്കാൻ പറ്റൂടാ? അച്ചായ അങ്ങോട്ടൊന്ന് നോക്ക്. അതൊക്കെ അങ്ങോട്ട് വളർന്നോളൂ. ഈ മണ്ട പോയ 10 കവുങ്ങുകളുണ്ടാ. ഈ തെങ്ങിലൊക്കെ നല്ല കായ് പോലല്ലേ. പിന്നെ പെയിന്റ് എനിക്ക് നിൽക്കാൻ താല്പര്യമില്ല. നിങ്ങളൊന്ന് ആലോചിക്കപ്പ. എനിക്ക് വലിയ താല്പര്യമില്ല. ഈ പറമ്പിൽ ജീവിക്കാൻ പറ്റൂടാ? അവിടെ എന്തോ കാര്യം അയ്യോ എടാ നിക്കടാ. എന്തോ വണ്ടി ഞാൻ കേറി.
ഒന്നും പറയണ്ട, 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടണം. സാർ സർ, ബോഡി MLA ചന്ദ്രമോഹന്റെ തന്നെയാണ്. ആർ യു ഷുവർ? യെസ് സർ. സർ, ഇതിൽ നിന്ന് കിട്ടിയ ID കാർഡും മറ്റും MLA ചന്ദ്രമോഹന്റെ തന്നെയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ DNA ടെസ്റ്റ് കഴിഞ്ഞേ പറയാൻ പറ്റും. ഡെത്ത് റീസൺ ഹൃദയം പറിച്ചെടുത്തതായിട്ടാണ് കാണപ്പെടുന്നത്. കൊല്ലുന്നതിന് മുന്നേ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. സ്റ്റേഷൻ ശ്രദ്ധിക്കുക. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സംസ്ഥാനത്തെ പലയിടങ്ങളിലായി ഒരുപോലെ തോന്നിക്കുന്ന പല മർഡർ റിപ്പോർട്ട് ചെയ്തതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതുവരെയുള്ള ഇൻവെസ്റ്റിഗേഷന്റെ അടിസ്ഥാനത്തിൽ പ്രതി ഒരു സൈക്കോ ആണെന്നാണ് മനസ്സിലായിട്ടുള്ളത്. പ്രതിയെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങളോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് നൈറ്റ് പെട്രോളിംഗും വാഹന പരിശോധനയും കർശനമാക്കണം. സംശയാസ്പദമായി എന്ത് കണ്ടാലും ഉടനെ കസ്റ്റഡിയിലെടുത്ത് ACP ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്. കൺട്രോൾ ഓവർ. സോറി സാർ, ഒന്നും കിട്ടിയില്ല. കാർ ആകെ ഫുള്ള് കെമിക്കൽ ഉപയോഗിച്ച് നശിപ്പിച്ച രീതിയിലായിരുന്നു. ഒന്നെങ്കിലും ഒരു പൗഡർ ആവാം, അല്ലെങ്കിൽ സ്പ്രേ പോലുള്ളൊരു ഗ്യാസ് ആവാം. എന്നിങ്ങനെ എന്തോ ഉപയോഗിച്ച് ഫുൾ കെമിക്കൽ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഈ കെമിക്കൽ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറുമായി കൂടിച്ചേർന്ന് പശപശപ്പുള്ളൊരു ദ്രാവകമായി മാറിയിരിക്കുകയാണ്. അതിൽ നിന്നൊരു എവിഡൻസ് ഇറ്റ്സ് ഇമ്പോസിബിൾ സാർ. ഓക്കെ, ക്യാരി ഓൺ. സാർ, ഒരു തെളിവുമില്ലാതെ നമ്മളിപ്പോൾ എന്താ ചെയ്യാം? തെളിവ് കിട്ടി തെളിയിക്കാൻ ചത്തത് പുണ്യാളിനൊന്നും അല്ലല്ലോ എന്ന് കരുതി നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ സാർ. അറിയാടോ, നാളെ മുതൽ മേലാഫീസർമാരുടെ വിളി വരാനും മതി. പക്ഷേ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഇതിനു മുമ്പും ഇതുപോലൊക്കെ നടന്നിട്ടുണ്ട്. ആരോ എവിടെയോ ഒരുങ്ങുന്നുണ്ട്. മറഞ്ഞിരുന്നുകൊണ്ട് അയാളെല്ലാം കാണുന്നുണ്ട്. അയാൾ നമുക്കിടയിൽ തന്നെ ഉണ്ട്, ഓരോ തെളിവും നശിപ്പിച്ചുകൊണ്ട്. നമ്മളാ ചെയ്തതെന്ന് ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇനി നിനക്ക് നിന്റെ വഴി. ശരിയാ, എനിക്കെൻ്റെ വഴി, നിനക്ക് നിന്റെ വഴി.